വെൽക്കം ടു സ്റ്റൂ ട്രെൻഡ്. അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് എടുക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബോട്ടണിയില് +2 ബോട്ടണിയിലെ അടുത്തൊരു ചാപ്റ്റർ ആണ്. ഇതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മളിപ്പോ റാപ്പിഡ് കോഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലൈവായിട്ട് സെഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്സ് എടുക്കുന്നുണ്ട്. സോ അത് ഇപ്പൊ കുറച്ചുകൂടെ കുട്ടികളെ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു മാസം കംപ്ലീറ്റ് ആയി നമ്മൾ എടുക്കാൻ തുടങ്ങിയിട്ട്. സോ ഇനി വീണ്ടും പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് ഫെബ്രുവരി 1-ാം തീയതി മുതൽ നമ്മൾ മാർച്ച് തുടങ്ങുന്നതിന് ഒരു അവസാനം വരെ നമ്മൾ എന്താ പറയാ വീണ്ടും എടുക്കാൻ പോവാണ്. ഈ ഒരു ചാപ്റ്റേഴ്സ് എല്ലാം ഫോക്കസ് പോയിന്റിലുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് എടുക്കാൻ പോവാണ്. ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്സ്, ബയോളജി ഇല്ല. സോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക, നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്ന എന്താ പറയാ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. പക്ഷെ ആ ചാപ്റ്റർ കുറച്ച് വലിയൊരു ചാപ്റ്റർ ആണ്. സോ അതുകൊണ്ട് ഞാൻ അത് തൽക്കാലത്തേക്ക് ഞാൻ നിർത്തിവെക്കാൻ എടുക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. തൽക്കാലത്തേക്ക് നിർത്തിവെച്ച് ഞാൻ അടുത്തൊരു ചാപ്റ്ററിലേക്ക് കുഞ്ഞു ചാപ്റ്റർ നമുക്ക് ഇപ്പൊ പറയാം. ഏതാണ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. എന്ത് നമുക്ക് ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് ഉള്ള ഫുഡ് എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ് അല്ലെ, അതിന്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. അങ്ങനെയുള്ള സമയത്ത് എന്തൊക്കെയാണ് നമ്മുടെ ഈ റിലേറ്റഡ് അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യാൻ പറ്റും. അതിന് എന്തൊക്കെ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ മെഷേഴ്സ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. സോ അതിൽ ആദ്യമാണ് ആനിമൽ ഹസ്ബൻഡറി അല്ലെ. ആനിമൽ ഹസ്ബൻഡറി എന്താ എന്ന് പറഞ്ഞാൽ വളർത്തു, മൃഗങ്ങളെ വളർത്തും. ഒരുപാടുണ്ട്. നിങ്ങൾക്ക് അറിയാം, പശുണ്ട്, ആട്, മുയല്, കോഴി, താറാവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ട്. താറാവ് എന്ന് പറയുന്നത് അതൊക്കെ പോൾട്രിയിൽ വരുന്നതാണ്. ആനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞാൽ ആനിമൽസിനെ വളർത്തുക എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെയാണ് ഡയറി ഫാം മാനേജ്മെന്റ്. ഡയറി നമുക്കറിയാം, പശു വളർത്തൽ എന്ന് പറയും മലയാളത്തിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ മിൽക്കും മിൽക്ക് പ്രോഡക്ട്സും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, ഇതിന് വേണ്ടിയിട്ട് ആനിമൽസിനെ വളർത്തുക എന്നുള്ളതാണ് എന്ത് ഡയറി ഫാമിംഗ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മീറ്റും നമുക്ക് കിട്ടുമല്ലോ, ഇറച്ചിയും കിട്ടുന്നുണ്ടല്ലോ. സോ അതാണ് ഡയറി ഫാമിംഗ് എന്ന് പറയുന്നത്. അതില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ടു സെലക്ട് ഗുഡ് ബ്രീഡ്സ് ഹാവിംഗ് ഹൈ യീൽഡിംഗ് പൊട്ടൻഷ്യൽ ആൻഡ് റെസിസ്റ്റൻസ് ടു ഡിസീസ്. അതായത് വളരെ നല്ല ഇനം ഹൈബ്രിഡ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹൈബ്രിഡ് പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ്, വെച്ചൂരുണ്ട്, ജേഴ്സി ഉണ്ട്. ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രീഡ്സ് ആണ് അല്ലെ. ഒരുപാട് പാല് തരുന്ന, ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള കുറെ ബ്രീഡ്സ് ആണ്. ഇതൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ബ്രീഡ്സ് ആണ് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഒക്കെ. അപ്പൊ ഇങ്ങനെയുള്ള വളരെ ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള നല്ല പാലൊക്കെ തരുന്ന, നല്ല മീറ്റൊക്കെ തരുന്ന ബ്രീഡ്സിനെ വളർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ആണ് എന്നുള്ളതാണ്. ഇനി ഈ പ്രൊഡക്ഷൻ ഈൽഡ് പൊട്ടൻഷ്യൽ കൂട്ടാനുള്ള, അതായത് കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ കിട്ടുന്ന ക്വാളിറ്റി, കിട്ടുന്ന പ്രോഡക്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ലുക്ക് ആഫ്റ്റർ ദ കാറ്റിൽ എന്ന് പറഞ്ഞാൽ ഈ വർഗത്തിനെ വൃത്തിയായിട്ട് നോക്കുക എന്നുള്ളതാണ്. അതായത് അവയെ വൃത്തിയായിട്ട് ഹൗസിങ് ചെയ്യുക, വൃത്തിയായിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കുക, അതുപോലെ മെയിൻറ്റെയിൻ ഡിസീസ് ഫ്രീ ആയിട്ട് നോക്കുക, വൃത്തിയായിട്ട് എപ്പോഴും വൃത്തി പരിപാലിക്കുക. ആവശ്യത്തിന് വെള്ളം എന്ന് പറയുന്നത് എപ്പോഴും വെള്ളത്തിന്റെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വളരെ ഫാമൊക്കെ ആണെങ്കിൽ അടിയിൽ റബ്ബർ ഷീറ്റ്സ് ഒക്കെ വിരിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഈ കിസാൻ കൃഷി ദീപൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അടിയിൽ റബ്ബർ ഷീറ്റ് വിരിക്കുന്ന കുളമ്പ് രോഗം തടയാൻ വേണ്ടിയിട്ടാണ്. ഈ ചാണകമൊക്കെ ഒരുപാടായി കഴിഞ്ഞാൽ വൃത്തിയില്ലാതായി കഴിഞ്ഞാൽ, കുളിപ്പിക്കാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കുളമ്പ് രോഗങ്ങളും കാര്യങ്ങളൊക്കെ വരും. സോ അതിന് റബ്ബർ ഷീറ്റ്സും കാര്യങ്ങളും ഒക്കെ വിരിക്കുക എന്നുള്ളതാണ്. അടുത്തെന്ന് പറഞ്ഞാൽ ഫീഡിംഗ് ദ കാറ്റിൽ ഇൻ എ സയന്റിഫിക് മാനർ. അതായത് കാലിത്തീറ്റ വളരെ വൃത്തിയായിട്ട് കൊടുക്കുക, പോഷക ഗുണമുള്ള കാലിത്തീറ്റ കൊടുക്കുക. പോഷക ഗുണമുള്ള ഫുഡ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പാലിന്റെയും ക്വാളിറ്റിയും ഈൽഡും ഒക്കെ കൂടും എന്നുള്ളതാണ്. അപ്പം വെറ്ററിനറി ഹോസ്പിറ്റൽസും ഒക്കെ ആയിട്ട്, സൊസൈറ്റീസും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഒരുപാട് പ്രോജക്ട്സ് ഒക്കെ വരുന്നുണ്ട്. കാലിത്തീറ്റ സബ്സിഡിക്ക് കൊടുക്കുക, അങ്ങനെയുള്ള തരത്തിലൊക്കെ ഒരുപാട് പ്രോജക്ട്സ് ഇപ്പൊ നമ്മുടെ കേരള ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ആനിമൽ ഹസ്ബൻഡറിക്ക് വേണ്ടിയിട്ട്. സോ വളരെ വൃത്തിയായിട്ട് തന്നെ ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്താണ് സ്ട്രിക്റ്റ് ആൻഡ് ക്ലെൻലിനെസ് ആൻഡ് ഹൈജീൻ ഓഫ് കാറ്റിൽസ് ആൻഡ് ഹാൻഡ്ലേഴ്സ് വൈൽ മിൽക്കിംഗ്, സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് മിൽക്ക്. വൃത്തി എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ റബ്ബർ ഷീറ്റ്സ് ഒക്കെ വിരിക്കുന്നത് ഇത്തരത്തിലുള്ള കുളമ്പ് രോഗങ്ങൾ വരാതിരിക്കാനാണ്. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ കേട്ട അകിട് വീക്കം എന്ന് പറയും. അതായത് പശുവിന്റെ നമ്മൾ മിൽക്ക് ചെയ്യുന്ന ആ പ്ലേസിൽ അത് ഭയങ്കരമായിട്ട് വീങ്ങി എൻലാർജ് ചെയ്ത് കാണപ്പെടും. അതും ഒരു വൈറസ്, ഒരു പ്രശ്നമാണ്, ഒരു അസുഖമാണ്. സോ അതൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നോക്കുക, കുളമ്പ് രോഗം വരുത്താതിരിക്കുക, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. വൃത്തിയായിട്ട് കുളിപ്പിക്കുക. നിങ്ങളൊക്കെ ഭാവിയിൽ ഫാം തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. കർഷകരാവാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പല ഫാമിലും കണ്ടിട്ടുള്ളതാണ്,
പശുക്കൾക്ക് പാട്ട് വെച്ചു കൊടുക്കും. കംപ്ലീറ്റ് ആയിട്ട് ഫാമിലി മൊത്തം മ്യൂസിക് ആയിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്ത് പൊട്ടത്തരാണ്, പക്ഷെ അതല്ല, ഭയങ്കരമായിട്ട് ക്വാളിറ്റി അല്ലെങ്കിൽ ഇതിന്റെ ഹെൽത്ത് ഫിറ്റ്നസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂട്ടും. പാട്ട് കേൾക്കുമ്പോൾ ഈ പാല് കേൾക്കുന്ന സമയത്തൊക്കെ പശുക്കൾ പാട്ട് കേട്ട് നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ പിന്നീടാണ് പാല് കറക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഹൈജീൻ, കൈകൊണ്ട് കറക്കുകയാണെങ്കിൽ വളരെ വൃത്തിയായിട്ട് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, ഇല്ലെങ്കിൽ മെഷീൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഹൈജീനും കാര്യങ്ങളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ എക്സോസ്റ്റും കാര്യങ്ങളും ചൂട് പോകാനൊക്കെ ഷെഡ് ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ ആ കറങ്ങുന്ന സാധനം വെച്ചിട്ട് നിങ്ങൾ കണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെമ്പറേച്ചർ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, വീക്ക്ലി വൺസ് ഒരു വെറ്റിനറിയനെ കൊണ്ടുവന്ന്, വലിയ ഫാം ആണെങ്കിൽ എല്ലാ പശുക്കളെ അങ്ങോട്ട് കൊണ്ടുപോയി പോസിബിൾ അല്ലല്ലോ, സോ ഒരു വെറ്റിനറിയനെ കൊണ്ടുവന്ന് പരിശോധനകളും കാര്യങ്ങളൊക്കെ നടത്തി. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ഫാം നടത്തുമ്പോൾ. ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറയണം. ഇൻസ്പെക്ഷൻസിന് എന്താ പറയാ ഡോക്ടേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അടുത്തതാണ് ബീ കീപ്പിംഗ് അഥവാ അപ്പിക്കൾച്ചർ എന്ന് പറയും. ബീ ഹൈവ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുക, ബീസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ബീ കീപ്പിംഗ് അല്ലെങ്കിൽ അപ്പിക്കൾച്ചർ എന്ന് പറയുന്നത്. സോ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മളുടെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉപയോഗിച്ച് വരുന്ന ബ്രീഡ് എന്ന് പറയുന്നത് അപ്പിസ് ഇൻഡിക്ക എന്ന് പറയുന്ന ഹണി ബീയുടെ ബ്രീഡാണ് എന്നുള്ളതാണ്. ബീ വാക്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ബീ വാക്സ് എന്ന് പറഞ്ഞാൽ പോളിഷസും അതുപോലെ കോസ്മെറ്റിക്സും ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഹണി എന്ന് പറയുന്നത് വളരെ മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഈ ഹണി എന്ന് പറയുന്നത്. ഒരുപാട് മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി എവിടെയാണ് അപ്പിക്കൾച്ചർ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വൈൽഡ് ഷ്രബ്സ് ഉള്ള സ്ഥലത്ത്, അതുപോലെ ഫോർ എക്സാമ്പിൾ റബ്ബർ കാർഡൊക്കെ ഇല്ലേ, റബ്ബർ കാർഡിൽ അവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് നല്ലോണം എന്താ പറയാ ഇത് കിട്ടും. അതുപോലെ പുളി മരത്തിലൊക്കെ പുളി പൂക്കുന്ന സമയത്തൊക്കെ ഒരുപാട് തേൻ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ആ ഒരു പരിസരത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തേൻ കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ബീ കീപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട പോയിന്റ്സ് എന്നുള്ളതാണ്. ഒന്നെന്ന് പറയുന്നത് നോളേജ് ഓഫ് ദി നേച്ചർ ആൻഡ് ഹാബിറ്റ്സ് ഓഫ് ബീസ്. ബീസ് എങ്ങനെയാണ്, അവരുടെ നേച്ചർ എങ്ങനെയാണ്, കൂട് മാറ്റുന്നത് എപ്പോഴാണ്, ഏത് സീസണിലാണ് അവർ സ്പ്ലിറ്റ് ചെയ്യുന്നത്, ഏത് സീസണിലാണ് അവർ ബ്രീഡ് ചെയ്യുന്നത്. സോ അപ്പൊ കൂട് മാറ്റി വെക്കണം. അങ്ങനെ കുറെ, ഞാൻ കുറച്ച് വളർത്താനൊക്കെ നോക്കിയതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. സോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേനൽക്കാലത്ത് പഞ്ചസാര വെള്ളമൊക്കെ വെച്ചു കൊടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അവർക്ക് ഫുഡിന്റെ എന്താ പറയാ അവൈലബിലിറ്റി കുറയുന്ന സമയത്ത് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്, പക്ഷെ എന്നാൽ ഓവറായിട്ട് നമുക്ക് വലിയ ചെലവ് വരുന്ന ഒരു കാര്യമല്ല തന്നെ. അടുത്തെന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ ലൊക്കേഷൻ ഫോർ കീപ്പിംഗ് ബീ ഹൈവ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ, ഫാം ലാൻഡ്സിലൊക്കെ ആണെങ്കിൽ വെക്കുക. പോളിനേഷൻ ഒക്കെ വളരെ കൃത്യമായിട്ട് നടക്കും ബീസ് ഉള്ളതുകൊണ്ട്. സോ ഫാം ലാൻഡ്സും കറക്റ്റുള്ള സ്ഥലത്തൊക്കെ വെക്കാൻ ശ്രമിക്കുക. ആൻഡ് അടുത്തെന്ന് പറഞ്ഞാൽ കാച്ചിങ് ആൻഡ് ഹൈവിംഗ് ഓഫ് സ്വാംസ്. ഗ്രൂപ്പ് ഓഫ് ബീസിനെ കറക്റ്റ് ആയിട്ട് പിടിച്ച് വെക്കുന്നതാണ്. പിടിച്ചു വെക്കാം, അല്ലെങ്കിൽ നമുക്ക് മേടിച്ചു വെക്കാം. പിടിച്ചു വെച്ച ശേഷം അതുപോലെ കറക്റ്റ് സമയത്ത് ഗ്രൂപ്പ് ചെയ്യുക, അടുത്ത കൂട്ടിലേക്ക് മാറ്റുക. സോ അവർ വേറൊരു ഗ്രൂപ്പായിട്ട് അവിടെ വളരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ ചെയ്യണം. ഇനി ഹാൻഡ്ലിംഗ് ആൻഡ് കളക്ഷൻ ഓഫ് ഹണി ആൻഡ് ബീ വാക്സ്. ബീ വാക്സും അതുപോലെ തന്നെ ഹണിയും തേനും കറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്ന ടൈമിൽ കളക്ട് ചെയ്യാം. അടുത്തത് ബീസ് ആർ പോളിനേറ്റേഴ്സ് ഓഫ് ക്രോപ്സ് സ്പീഷീസ് സച്ച് ആസ് സൺഫ്ലവർ, ബ്രേസിയക്ക, ആപ്പിൾ ആൻഡ് പിയർ. എല്ലാം പോളിനേറ്റ് ചെയ്യുന്നത് ബീസ് തന്നെയാണ്. ബീസ് ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ലോകം ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് ബീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഫ്ലവറിംഗ് പീരീഡില് ഫാം ലാൻഡ്സിലൊക്കെ ഈ ബീസിനെ വെക്കുന്നത് അവിടുത്തെ ഈൽഡ് കൂട്ടാനും പോളിനേഷൻ കൂട്ടാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അടുത്തതാണ് നമ്മൾ പ്ലാന്റ് ബ്രീഡിംഗ് പറയുന്നത്. പ്ലാന്റ് ബ്രീഡിംഗിൽ എന്തൊക്കെയാണ് സ്റ്റെപ്സ്, പ്ലാന്റ് ബ്രീഡിംഗ് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് കളക്ഷൻ ഓഫ് ജെനറ്റിക് വേരിയബിലിറ്റി. അതായത് ജെനറ്റിക്കലി ഡിഫറെന്റ് ആയിട്ടുള്ള വേരിയബിലിറ്റി ഉള്ള എന്താ പറയാ സ്പെഷ്യൽ ക്വാളിറ്റീസ് ഉള്ള ബ്രീഡ്സിനെ നമ്മൾ കണ്ടെത്തി അതിന് എടുക്കുക എന്നുള്ളതാണ്. സോ അതിൽ ആദ്യം പറയുന്നത് വൈൽഡ് റിലേറ്റീവ്സിൽ ഒരുപാട് വൈൽഡ് റിലേറ്റീവ്സ് ആയിട്ട് കുറെ സ്പീഷീസ് ഉണ്ട്. അതിലൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. സോ അങ്ങനെയുള്ള ബ്രീഡ്സിനെ കണ്ടുപിടിക്കാം. ഇനി ദി എൻറ്റയർ കളക്ഷൻ ഓഫ് പ്ലാന്റ് സീഡ്സ് ഹാവിംഗ് ഓൾ ദി അലീൽസ് ഫോർ ഓൾ ജീൻസ് ഇൻ എ ഗിവൻ ക്രോപ്പ് ഈസ് കോൾഡ് ജേംപ്ലാസം കളക്ഷൻ. എന്താണ് ജേംപ്ലാസം? ജേംപ്ലാസം എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിന്റെ എല്ലാതരം അലീൽസും അതായത് എല്ലാ ക്വാളിറ്റീസും കളക്ട് ചെയ്ത് വെക്കുക. എല്ലാതരം ക്വാളിറ്റീസും കളക്ട് ചെയ്ത് വെക്കുന്നതിനാണ് ജേംപ്ലാസം കളക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പേരൻസ്. ഈ സ്റ്റെപ്സ് ഒക്കെ പഠിച്ചു വെക്കുക. പാരന്റ്സിനെ കണ്ടുപിടിക്കുന്ന അതാണ് അടുത്ത സ്റ്റെപ്പ്. ദി ജേംപ്ലാസം ഈസ് ഇവാലുവേറ്റഡ് ഫോർ ഐഡന്റിഫൈങ് പ്ലാന്റ്സ് വിത്ത് ഡിസൈറബിൾ ക്യാരക്ടേഴ്സ്. നമുക്ക് ആവശ്യമുള്ള ക്യാരക്ടേഴ്സ് ഏതാണ് അതിന്റെ ഏറ്റവും നല്ല പാരന്റ്സിനെ ജേംപ്ലാസം കളക്ഷൻ ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്.
അടുത്താണ് ക്രോസ് ഹൈബ്രിഡൈസേഷൻ ചെയ്യുക. ക്രോസ് ഹൈബ്രിഡൈസേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ 2 പ്ലാന്റ്സ് എടുത്തിട്ട് അതിന് ഡിസൈറബിൾ ക്വാളിറ്റീസ്, ഒന്ന് ഒരുപക്ഷെ ഡിസീസ് റെസിസ്റ്റൻസ് ആയിരിക്കും, അടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പയറാണെങ്കിൽ ഒന്ന് നീളം കൂടുതലും, രണ്ടാമത്തെ എന്ന് പറയുന്നത് ഡിസീസ് റെസിസ്റ്റൻസ് ആയിരിക്കും. ഇതിന് രണ്ടിനെയും കൂടി ക്രോസ് ചെയ്ത് ഡിസീസ് റെസിസ്റ്റൻസും ഒപ്പം നീളം കൂടിയതുമായിട്ടുള്ള ഒരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുക. അതാണ് ക്രോസ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് പ്രോട്ടീൻ ക്വാളിറ്റി ഓഫ് വൺ പാരന്റ് ഈസ് കമ്പൈൻഡ് വിത്ത് ഡിസീസ് റെസിസ്റ്റൻസ് ഓഫ് അനദർ പ്ലാന്റ്. ഒന്നിന് പ്രോട്ടീൻ ക്വാളിറ്റി ഭയങ്കര കൂടുതലായിരിക്കും, പക്ഷേ ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. അടുത്തതിന് ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ടാവും, പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ടാവില്ല. അപ്പൊ ഇത് രണ്ടും കൂടി ക്രോസ് ചെയ്ത് പുതിയൊരു ബ്രീഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്തത് സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ദി സുപ്പീരിയർ റീകോമ്പിനൻസ്. ഈ വന്നിട്ടുള്ള സുപ്പീരിയർ റീകോമ്പിനൻസിനെ സെലക്ട് ചെയ്യുക, അതിനെ നോക്കുക, എന്നിട്ട് അത് ടെസ്റ്റ് ചെയ്യുക, അത് ഓക്കെ ആണോ, അത് വീണ്ടും അങ്ങനെ തന്നെ വരുന്നുണ്ടോ എന്നുള്ളത് 1-2 സീസൺ നമ്മൾ മുളപ്പിച്ചൊക്കെ നോക്കും. എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ശേഷം ടെസ്റ്റ് ചെയ്യുന്ന ആൻഡ് റിലീസിംഗ് ആൻഡ് കൊമേഴ്ഷ്യലൈസേഷൻ. ഇതിനെ പേറ്റന്റ്ഷിപ്പ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഈ പുതിയൊരു ഇനം എന്നുള്ള രീതിയിൽ നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നതാണ് അതിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് പ്ലാൻ ബ്രീഡിംഗ് ഫോർ ഇംപ്രൂവ്ഡ് ഫുഡ് ക്വാളിറ്റി. ഫുഡ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് പ്ലാൻ ബ്രീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ലോകത്ത് ഏകദേശം 3 മില്യൺ ആൾക്കാർക്ക് ഫുഡിന്റെ പ്രശ്നം വരുന്നുണ്ട്. ഹിഡൻ ഹങ്കർ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. ആവശ്യത്തിലുള്ള ഭക്ഷണം കിട്ടാത്ത ഒരു സിറ്റുവേഷൻ വരിക എന്നുള്ളതാണ്. അങ്ങനെയുള്ള സമയത്താണ് ഹൈ ലെവൽഡ് ആയിട്ടുള്ള, അതായത് കുറച്ച് കഴിച്ചാൽ മതി, ഒരുപാട് ന്യൂട്രീഷൻ വാല്യൂ ഉള്ള ഫുഡ് ക്രോപ്സ് ഉണ്ടാക്കുന്ന അതിന്റെ ബയോ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയും ആ പ്രോസസ്സിന്. അതായത് ഒരുപാട് റിച്ച് ക്വാളിറ്റി ആയിട്ടുള്ള, ഇപ്പം സ്പേസിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ ഒരു ആൽഗി കഴിക്കും, അത് കുറച്ച് കഴിച്ചാൽ മതി, ഭയങ്കര ഹൈ ന്യൂട്രീഷൻ വാല്യൂ ആണ്. അതുപോലെ ഹൈ ന്യൂട്രീഷൻ വാല്യൂ ഉള്ള ക്രോപ്സ് സിന്തസൈസ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയാ, ബയോ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയാം. ഈ പബ്ലിക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ ആ ഒരു പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യും. ഇനി ഒബ്ജക്ട്സ് ഓഫ് ബ്രീഡിംഗ് ഫോർ ഇംപ്രൂവ്ഡ് ന്യൂട്രീഷണൽ ക്വാളിറ്റി. ന്യൂട്രീഷണൽ ക്വാളിറ്റി ഹയർ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ബ്രീഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. ഒന്ന്, പ്രോട്ടീൻ കണ്ടന്റും ക്വാളിറ്റിയും കൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം. രണ്ടാമത്തെ, ഓയിൽ കണ്ടന്റും ക്വാളിറ്റിയും കൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം. മൂന്നാമത്തെ, വൈറ്റമിൻ കണ്ടന്റും. നാലാമത്തെ, മൈക്രോ ന്യൂട്രിയന്റ് മിനറൽ കണ്ടന്റും കൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി എക്സാമ്പിൾസ് ഫോർ ഹൈബ്രിഡ് വിത്ത് ഇംപ്രൂവ്ഡ് ന്യൂട്രീഷൻ ക്വാളിറ്റി. ഏതൊക്കെയാണ് ഹൈബ്രിഡ്സിന് എക്സാമ്പിൾ, വളരെ ന്യൂട്രീഷൻ വാല്യൂ ഉള്ള ഹൈബ്രിഡ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് ഒന്നെന്ന് പറയുന്നത് മെയ്സ് ആണ്. മെയ്സ് ഹൈബ്രിഡ്സ്. മെയ്സ് എന്ന് പറഞ്ഞാൽ ചോളം. ഹാവിംഗ് ട്വൈസ് ദി എമൗണ്ട് ഓഫ് അമിനോ ആസിഡ്സ് ലൈസിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ കമ്പയർഡ് ടു ദി എക്സിസ്റ്റിംഗ് മെയ്സ് ഹൈബ്രിഡ്സ്. നോർമൽ ബേസ് ഹൈബ്രിഡ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് അമിനോ ആസിഡ്സും ലൈസിനും അതുപോലെ ട്രിപ്റ്റോഫാനും ഉള്ള മെയ്സ് വെറൈറ്റീസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീറ്റ് വെറൈറ്റി ആയിട്ടുള്ള ഏതാണ് വീറ്റ് വെറൈറ്റി എന്ന് പറയുന്ന അറ്റ്ലസ് 66 എന്ന് പറയുന്ന ഒരുപാട് എന്താ പറയാ അയൺ അല്ല പ്രോട്ടീൻ, ഒരുപാട് നോർമലി ഉള്ള വീറ്റ് വെറൈറ്റീസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് പ്രോട്ടീൻ ഉള്ളതാണ് അറ്റ്ലസ് 66 എന്ന് പറയുന്ന ഒരുപാട് ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ആണ്. ഇനി അടുത്ത അയൺ ഫോർട്ടിഫൈഡ് റൈസ് വെറൈറ്റി containing over 5 times as much as iron in the common varieties. നോർമൽ കോമൺ വെറൈറ്റീസ് നോക്കുമ്പോൾ അയൺ കണ്ടന്റ് കൂടുതലുള്ള തവിട് കൂടുതലുള്ള അരി, അതിനെയാണ് അയൺ ഫോർട്ടിഫൈഡ് എന്ന് പറയുന്നത്. തവിട് ഭയങ്കരമായിട്ടുള്ള നമ്മുടെ മട്ട ഏരിയയിലൊക്കെ തവിട് കൂടുതലാണ്, അതിന്റെ ഭയങ്കരമായിട്ടുള്ള വേറെ വെറൈറ്റീസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അടുത്താണ് വൈറ്റമിൻസ് ആൻഡ് മിനറൽ റിച്ച് വെജിറ്റബിൾ ക്രോപ്സ്. ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഉള്ള ക്രോപ്സ്, വെജിറ്റബിൾ ക്രോപ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡൽഹി അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. IARI ചെയ്തിട്ടുണ്ടായിരുന്നു, ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അടുത്തെന്ന് പറയുന്നത് വൈറ്റമിൻ എ എൻറിച്ച്ഡ് ക്യാരറ്റ്സ്. അവർ ഏതൊക്കെയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ഒന്ന് വൈറ്റമിൻ എ എൻറിച്ച്ഡ് ക്യാരറ്റ്സ്, സ്പിനാച്ച്, പംകിൻ. സ്പിനാച്ച് എന്ന് പറഞ്ഞാൽ ചീര, അറിയാലോ. ഇനി അടുത്ത് വൈറ്റമിൻ സി എൻറിച്ച്ഡ് ബീറ്റഗോൾ, നമ്മുടെ കൈപ്പയ്ക്ക. ബത്വ എന്ന് പറഞ്ഞാലും ഒരു സാധനമാണ് ബത്വ. അതുപോലെ പിന്നെന്താ മസ്റ്റാർഡ്, കടുക്, ടൊമാറ്റോ. അയൺ ആൻഡ് കാൽഷ്യം ആൻഡ് സ്പിനാച്ച് ആൻഡ് ബത്വ. അയണും കാൽഷ്യം എൻറിച്ച്ഡ് ആയിട്ടുള്ള സ്പിനാച്ചും ബത്വയും. ഇനി പ്രോട്ടീൻ എൻറിച്ച്ഡ് ബീൻസ്. ബീൻസ് ടൈപ്പിലുള്ള എല്ലാം ബ്രോഡ്, ലബ്, ഫ്രഞ്ച് ആൻഡ് ഗാർഡൻ പീസ് ഒക്കെ ആണ് ഈ ഒരു പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷനിൽ വരുന്നത്, പീസിന്റെ സെക്ഷനിൽ വരുന്നത്. അതിന്റെ പേരാട്ടോ ബ്രോഡ്, ലബ്, ഫ്രഞ്ച് ആൻഡ് ഗാർഡൻ പീസ്, ഇനം പീസാണ്. അടുത്താണ് സിംഗിൾ സെൽ പ്രോട്ടീൻ. എന്താണ് സിംഗിൾ സെൽ പ്രോട്ടീൻ? ആ പേരിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, ഒരൊറ്റ സെല്ലില് പ്രോട്ടീൻ ഉണ്ടാക്കുക. ആ ഒരു സെല്ല് കഴിച്ചാൽ മതി, അത്ര ന്യൂട്രീഷൻ ആയിരിക്കും അതിൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൽഗയുടെ കാര്യമൊക്കെ പറഞ്ഞത്, അത്രയും പ്രോട്ടീൻ ആയിരിക്കും. എന്താന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു സിംഗിൾ സെല്ലായിട്ടുള്ള ഓർഗാനിസത്തിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതിനെയാണ് സിംഗിൾ സെല്ല് പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമ്മളുടെ ഇറ്റ് ഈസ് ആൻ ആൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് പ്രോട്ടീൻസ് ഫോർ ആനിമൽ ആൻഡ് ഹ്യൂമൻ ന്യൂട്രീഷൻ.
ആനിമൽസിനും അതുപോലെ തന്നെ ഹ്യൂമൻ ന്യൂട്രീഷനും ഒക്കെ വേണ്ടിയിട്ട് സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ്. സ്പൈറുലിന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് സ്പൈറുലിന എന്ന് പറയുന്നത് ഈ സിംഗിൾ സെൽഡ് പ്രോട്ടീനിന് വേണ്ടിയിട്ട് എക്സാമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഒരു ബ്ലൂ ഗ്രീൻ ആൽഗി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്പേസിലേക്ക് പോകുമ്പോൾ ആ സാധനം തന്നെയാണ്. അപ്പൊ അത് കഴിച്ചാല് ഭയങ്കര ന്യൂട്രീഷൻ ആണ്. അതേപോലെ തന്നെ മെത്തൈലോഫൈലസ് മെത്തൈലോട്രോപ്പസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഇതും ഉപയോഗിക്കാറുണ്ട്. സിംഗിൾ സെൽ അത്രയും പ്രോട്ടീൻ ആണ്, ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആണ്. സ്പൈറുലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ പ്രോട്ടീൻസ് കൂടുതലുണ്ട്, മിനറൽസ് ഉണ്ട്, ഫാറ്റ്സ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. അതായത് വേസ്റ്റ് വാട്ടറിൽ നമ്മുടെ വേസ്റ്റ് വാട്ടറും അതുപോലെ പൊട്ടറ്റോ പ്രോസസിങ് പ്ലാന്റ്സ് ഒക്കെ, അതുപോലെ സ്ട്രോ, മൊളാസസ്, ഈ സാധനങ്ങളൊക്കെയാണ് ഇതിന് സ്പൈറുലിനെ ഗ്രോ ചെയ്ത് എടുക്കുന്നത്. അങ്ങനെ സീവേജ് ട്രീറ്റ്മെന്റിനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. വളരെ എന്താ പറയാ എൻവയോൺമെന്റൽ പൊല്യൂഷൻ വളരെ കുറയ്ക്കും ഈ സ്പൈറുലിന എന്ന് പറയുന്നത്. സോ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അടുത്താണ് ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മള് വിത്തൊക്കെ ഭയങ്കര വാഴയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ടിഷ്യൂ കൾച്ചർ വഴിയാണ്. സോ നോക്കാം. ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ സെൽസിന്നോ ടിഷ്യൂസിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിനെ മൊത്തമായിട്ട് വളർത്തിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയാ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. എബിലിറ്റി ടു റൺ ഒരു പ്ലാന്റിന്റെ ഒരു കുഞ്ഞു സെല്ലിൽ നിന്ന് മൊത്തത്തിൽ റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് എന്ത് പറയാ ടോട്ടിപൊട്ടൻസി എന്ന് പറയാം. ടോട്ടിപൊട്ടൻസി എന്ന് പറയാ. ആൻഡ് എക്സ്പ്ലാന്റ് ഇസ് എനി പാർട്ട് ഓഫ് എ പ്ലാന്റ് ദാറ്റ് ഇസ് ഗ്രോൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ് അണ്ടർ സ്റ്റെറൈൽ ന്യൂട്രിയൻ മീഡിയ. ഏത് പാർട്ട് എടുത്തിട്ടാണോ ഈ പ്ലാന്റിനെ വളർത്തിയെടുക്കുന്നത് അതിനെ പറയുന്ന പാർട്ടിനെ പറയുന്നതാണ് എക്സ്പ്ലാന്റ് എന്ന് പറയും. ഓക്കെ, ഈ മീഡിയത്തിനകത്ത് നമ്മൾ കൊടുക്കുന്ന ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എന്താണ്? കാർബൺ സോഴ്സ് ആണ് കൊടുക്കുന്നത്. സുക്രോസ് പോലുള്ള കാർബൺ സോഴ്സ്, പഞ്ചസാര ഒക്കെയാണ് കൊടുക്കുന്നത്. അതുപോലെ ഇൻഓർഗാനിക് സോൾട്സ്, വൈറ്റമിൻസ്, അമിനോ ആസിഡ്സ്, ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, ഓക്സിൻസും സൈറ്റോകൈനിനും ഒക്കെ പോലെയുള്ള പ്ലാന്റ് ഹോർമോൺസ്, ഗ്രോത്ത് റെഗുലേറ്റേഴ്സും ഒക്കെ ഇതിനകത്ത് നമ്മൾ കൊടുക്കും. ഈ മീഡിയത്തിനകത്ത് കിടന്നിട്ടാണ് ഈ ചെടി മൊത്തത്തിൽ വളരുന്നത്. ഇനി ഒരു പരിധി കഴിഞ്ഞ് ഇനി മാറ്റി വെക്കും. The method of producing thousands of plants, അതായത് ഒരു പാർട്ടിൽ നിന്ന് ഒരുപാട് പ്ലാന്റ്സ് ഒരേ സമയം ഉണ്ടാക്കിയെടുക്കുക, അതിന് മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറയും. നമ്മുടെ വാഴയൊക്കെ നമ്മള് BFPCK പോലെയുള്ള സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അവർ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ്. ഒരുപാട് ചെടി ഒരു പാർട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ദിസ് പ്ലാന്റ് വിൽ ഓട്ടോമാറ്റിക്കലി വിൽ ബി ജെനറ്റിക്കലി ഐഡന്റിക്കൽ ടു ദി ഒറിജിനൽ പ്ലാന്റ്. അതുപോലെ തന്നെ ഉണ്ടാവും, ക്ലോൺ ആയിരിക്കും. അതിനെ സോമ ക്ലോൺസ് എന്ന് പറയും. അതുപോലെ എങ്ങനെയാണോ അതിന്റെ ഒറിജിനൽ പ്ലാന്റ് ഉള്ളത്, മദർ പ്ലാന്റ് ഉള്ളത്, അതുപോലെ തന്നെയായിരിക്കും ഈ പ്ലാന്റ്സ് ഉണ്ടാവുക. ടൊമാറ്റോ, ബനാന, ആപ്പിൾ എക്സെട്ര ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് മെത്തേഡ്. ഇനി ടിഷ്യൂ കൾച്ചർ, വേറെ ടിഷ്യൂ കൾച്ചർ യൂസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറിസ്റ്റം, പ്ലാന്റിന് മെറിസ്റ്റം ഒരിക്കലും ഇൻഫെക്റ്റഡ് ആയിരിക്കില്ല. എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിരിക്കില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റിയെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ മെറിസ്റ്റം കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ മെറിസ്റ്റമിനെ ഗ്രോ ചെയ്തെടുക്കും. ആ മെറിസ്റ്റമിൽ ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. സോ അങ്ങനെ ഒരു വെറൈറ്റിയെ വളർത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ ബനാന, ഷുഗർ കെയിൻ, പൊട്ടറ്റോ, ഷുഗർ കെയിനിലൊക്കെ ഒരുപാട് അസുഖങ്ങൾ വരാറുണ്ട്. അതിനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്ത ഒരു ടേമാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. എന്താണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് ഡിഫറെന്റ് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സിൽ നിന്ന്, ഡിസൈറബിൾ ക്യാരക്ടേഴ്സിൽ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സിൽ നിന്ന് അതിന്റെ പ്രോട്ടോപ്ലാസം എടുത്ത് ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയാ, എന്നിട്ട് പുതിയൊരു ഹൈബ്രിഡ് ആയിട്ടുള്ള പ്രോട്ടോപ്ലാസം കിട്ടും. അതിനെയാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയാ. ഇത് ഒരു പുതിയ സൊമാറ്റിക് ഹൈബ്രിഡ് പ്ലാന്റ് ആയിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. Protoplast can be isolated after digesting the cell walls of the plant. പ്ലാന്റ്സിന്റെ സെൽ വാളുകൾ ഡൈജസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് എടുക്കാൻ പറ്റും അതിന്റെ പ്രോട്ടോപ്ലാസ്റ്റ്. അങ്ങനെയാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ നടത്തുന്നത്. ഇനി ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. പ്രോട്ടോപ്ലാസ്റ്റ് ഓഫ് ടൊമാറ്റോ പ്ലസ് പ്രോട്ടോപ്ലാസ്റ്റ് ഓഫ് പൊട്ടറ്റോ ഈക്വൽ ടു ടൊമാറ്റോ. അതായത് പാവയ്ക്ക്, ഞാൻ കേട്ടിട്ടുണ്ട് പാവയ്ക്കും പടുവളങ്ങിയും ചേർത്തിട്ട് ഒരു വെറൈറ്റി ഉണ്ടാക്കുക. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നീളവും ഉണ്ടാവും, ആ ഒരു ടേസ്റ്റും അങ്ങനെയൊക്കെ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞത്. പൊട്ടറ്റോയും ടൊമാറ്റോയും കൂടെ ചേർന്നിട്ട് ടൊമാറ്റോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാം അല്ലെ. ഭയങ്കര ഡിഫറെന്റ് ഹൈബ്രിഡ് ആയിട്ട്. ഇപ്പൊ ലൈക്ക് ആനിമൽസ്, ഇപ്പൊ ചൈന അങ്ങനെ ഒരു ന്യൂസ് ഉണ്ട്, അത് ഫേക്ക് ആണോന്നും അറിയില്ല. ചൈന ആനിമൽസിനെയും മനുഷ്യനെയും കൂടെ ക്രോസ് ആയിട്ട് പുതിയ സ്പീഷീസ് ഉണ്ടാക്കാൻ അനുമതി കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ ആ ഒരു സെയിം തന്നെയാണ്. ഒരു തക്കാളിയും ഒരു ഉരുളക്കിഴങ്ങും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു പുതിയ വെറൈറ്റി ഉണ്ടാക്കിയെന്ന് ആലോചിച്ചു. അതാണ് ആ ഒരു സെയിം പ്രോസസ്സാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണ് പുതിയ ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് നമുക്ക് എന്താ പറയാ, നമുക്ക് ആവശ്യമുള്ള ഈ ഒരു ഇങ്ങനെ ഉണ്ടാക്കിയതിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് നമ്മൾ ഉദ്ദേശിച്ച ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മൾ ഉദ്ദേശിച്ച ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് തന്നെ കിട്ടണം എന്നുള്ളൊരു നിർബന്ധം ഇല്ല എവിടെ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. അതായത് ഇവിടെ പറയുന്നുണ്ട് ദിസ് ഹൈബ്രിഡ് പ്ലാന്റ്സ് ഹാസ് ദി ക്യാരക്ടേഴ്സ് ഓഫ് ടൊമാറ്റോ ആൻഡ് പൊട്ടറ്റോ ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഓൾ ഡിസൈർഡ് ക്യാരക്ടേഴ്സ് ഫോർ ഇറ്റ്സ് കൊമേഴ്ഷ്യൽ യൂട്ടിലൈസേഷൻ.
പൊട്ടറ്റോന്റെയും ടൊമാറ്റോന്റെയും ക്യാരക്ടേഴ്സ് ഉണ്ടാവും, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ക്യാരക്ടേഴ്സ് കിട്ടണമെന്ന് നിർബന്ധമില്ല. രണ്ടിനെയും ക്യാരക്ടേഴ്സ് ആയിട്ട് കാണാൻ പറ്റും, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച കറക്റ്റ് ആയിട്ട് കിട്ടണം എന്ന് ഇല്ല. അപ്പൊ ഈ ചാപ്റ്റർ കഴിഞ്ഞ ചാപ്റ്റർ വളരെ കുഞ്ഞായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, വൃത്തിയായിട്ട് പഠിക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ.